നമസ്കാരം. ഇത് ബ്രാൻഡ് സ്റ്റാഡിയുടെ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഈ വണ്ടി ഈ കഴിഞ്ഞ ദിവസം തീ പിടിച്ച വണ്ടിയാണ്. മുട്ടത്ത് കരിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് തീ പിടിച്ച വണ്ടിയാണ്. ഏകദേശം 2 വർഷം മുന്നേ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ ഓണർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി കൊണ്ടുപോയി നിർത്തി പുറത്തിറങ്ങി ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തീ പിടിക്കുന്നത്. അപ്പോൾ തീ പിടിച്ച് കഴിഞ്ഞപ്പോൾ പുക വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വണ്ടി ബോണറ്റ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ തീ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽമേ തീ ടച്ച് ചെയ്താൽ പൊട്ടും എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ബോണറ്റ് അടച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആ തീ വന്നതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ബ്ലാസ്റ്റായി. ഇവിടെയാണ് തീ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തീ പിടിച്ച് ഈ പ്രൊഡക്റ്റ് ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ പൗഡറാണുള്ളത്. ഈ പൗഡർ കംപ്ലീറ്റ് ഇവിടെ സ്പ്രെഡായി. ഇപ്പോൾ ഓക്സിജൻ്റെ കണ്ടന്റ് ഇല്ലാണ്ടായി. അങ്ങനെ മുഴുവനും തീ കിട്ടു. വണ്ടിക്ക് വേറെ വലിയ തകരാറുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇദ്ദേഹം പേര് ഫബിയാനോസ്. ഇദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലാണ് ഈ വണ്ടി ഇപ്പം നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ചേട്ടൻ്റെ എക്സ്പീരിയൻസിൽ ഇതുപോലുള്ള വാഹനങ്ങൾക്ക് തീപിടിച്ചുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഇതിനെപ്പറ്റി? ആദ്യമായിട്ട് കാണുന്നത്. വളരെ നല്ല പ്രൊഡക്റ്റ് ആണ് ഇത്. ഒരാൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തവരാണ് തന്നെയും ഒന്നും ചെയ്യേണ്ട തന്നെ പൊട്ടിത്തെറിച്ചു. അതെ. അപ്പൊ ഒരു ഭയങ്കര സേഫ്റ്റിയാണിത്. അതെ, എല്ലാവരും വണ്ടിയിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. വിദേശത്തൊക്കെ ഞാൻ 14 വർഷം വിദേശത്തായിരുന്നു. അവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു. അവിടെയൊക്കെയാണെങ്കിൽ ആൾക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ എല്ലാ വണ്ടിയിലും ഉണ്ട്. അത് കമ്പൽസറിയാണ്. അതെ. ഇവിടെ ഇപ്പൊ അതൊന്നും എല്ലാവരും വെക്കണമെന്ന് അത് എടുത്ത് ഉണ്ടേ തന്നെയും അടിക്കാൻ ബുദ്ധിമുട്ട് വരും. എന്റെ വണ്ടിയിൽ തന്നെ എനിക്ക് സംഭവിച്ചിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് സംഭവിച്ചിട്ട് എന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എനിക്കത് അടിക്കാൻ സമയം തോന്നിയില്ല. ആ സമയത്ത് നമുക്ക് തോന്നില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ തന്നെ, സിലിണ്ടർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബോണറ്റ് തുറക്കാൻ പറ്റില്ല. ബോണറ്റ് തുറന്ന് ഓക്സിജൻ കൂടുതൽ കയറിയിട്ട് തീ ആളിപ്പെടും. അപ്പൊ തീ ആളിപ്പെടുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഡോർ ലോക്കാവും, ഗ്ലാസ് ലോക്കാവും. രാത്രിയാണ് തീ പിടിക്കുന്നതെങ്കിൽ പുക നമ്മൾ കാണില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് തീ അണയ്ക്കുന്ന പ്രൊഡക്റ്റ് എല്ലാവരും വാഹനത്തിൽ ഫിറ്റ് ചെയ്യുക. ഇതൊരു പരസ്യവാചകം മാത്രമല്ല, ഇതിന്റെ സേഫ്റ്റിയാണിത്. അപ്പം നമ്മൾ കുട്ടികളായിട്ട് പോകുന്ന ആൾക്കാർ, ആശുപത്രിയിലേക്ക് അച്ഛനെയും അമ്മേനെയൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ആ ഒരു സാഹചര്യത്തിലൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിത്തിൻ 10 സെക്കൻഡ്സ് ഇത് ബ്ലാസ്റ്റ് ആവും. തീ പൂർണ്ണമായിട്ട് കെടുത്തും. സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാവിധ അപ്രൂവലും LERC സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പം നമ്മുടെ വാഹനത്തിനും നമ്മുടെ ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പ്രൊഡക്റ്റ് എല്ലാവരും മേടിക്കുക. അപ്പോൾ വളരെ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഈ 40 വർഷത്തെ എക്സ്പീരിയൻസ്, വാഹനമായിട്ട് ബന്ധപ്പെട്ട 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ അനുഭവ സാക്ഷിയാണ്. അപ്പോൾ എല്ലാവരും മേടിച്ച് വയ്ക്കുക. സുരക്ഷിതമായിട്ടുള്ള യാത്ര എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ.